ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാരക്ടർ പോയിൻ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇൻറ്റിജർ പോയിൻറ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ തന്നെ ഇൻറ്റിജർ അതേപോലെ തന്നെ ഫ്ലോട്ട് ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അറേ ആൻഡ് പോയിൻ്റർ, നമ്മൾ ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേയുടെ പേര് തന്നെ എന്തായിരിക്കും? ഒരു പോയിൻ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പോയിൻ്റർ വേരിയബിൾ പോലും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ അറേ നെയിം എന്ന് പറയുന്നത് പോയിൻ്ററായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ എ ഓഫ് ഐ എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 സൈസ് കാണും. എ ഓഫ് 0 മുതൽ എ ഓഫ് 4 വരെ. ഇത് സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ ആയിരിക്കും. ദെൻ ഓരോ ഇൻഡെക്സിനും എ ഓഫ് 0, എ ഓഫ് 1 അങ്ങനെ ഓരോ ഇൻഡെക്സിനും ഒരു അഡ്രസ്സ് കാണും. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിലായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ കണ്ട കാര്യമാണ്, പ്രോഗ്രാമിൽ കണ്ട കാര്യമാണ്. അപ്പോൾ അത് നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഇവിടെ എ ഓഫ് 5 എന്ന് പറയുന്ന സ്റ്റാറ്റിക് അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ 5 വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ദെൻ സി ഇൻ എ ഓഫ് 5. സി ഇൻ എ ഓഫ് 5 എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അറേ നെയിം വിത്ത് ഇൻഡെക്സ് അല്ലേ? അറേ നെയിമും അതിൻ്റെ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് പ്രോസസ്സ് ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. എസ് ഈക്വൽ ടു എസ് പ്ലസ് വാല്യൂ അറ്റ് അഡ്രസ് എ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ബേസ് അഡ്രസ്സാണ്, അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. അതിൻ്റെ കൂടെ ഐ ആഡ് ചെയ്യുന്നു. ഐ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. സോ അങ്ങനെ 0 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഐ ബേസ് അഡ്രസ്സിൽ തന്നെ ആയിരിക്കും ആദ്യം പോയിൻ്റ് ചെയ്യുന്നത്. സോ ഹിയർ എ ഈസ് യൂസ്ഡ് ആസ് എ പോയിൻ്റർ. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? പോയിൻ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. നോക്കിയ രണ്ട് വ്യത്യാസം. ആദ്യത്തേനകത്ത് എ ഓഫ് ഐ, സി ഇൻ എ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ നെയിം വിത്ത് അതിൻ്റെ ഇൻഡെക്സ്. രണ്ടാമത്തേലാണെങ്കിൽ അവിടെ എ എന്ന് പറയുന്ന പോയിൻ്ററായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ആ പ്രോഗ്രാം നോക്കിയാൽ മനസ്സിലാകും, നമ്മൾ ഇവിടെ യാതൊരു പോയിൻറ്റേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് വേണം പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ എല്ലാം സാധാരണ മെമ്മറി ലൊക്കേഷൻസ് മാത്രമേ ഉള്ളൂ, എസും എ ഓഫ് 5ഉം. ഇനി ഇത് നോക്കിയേ, അത് ആ അരയുടെ കണ്ടൻറ്റ് പ്രിൻ്റ് ചെയ്യുന്നത് തന്നെ നോക്കിയേ, അതും അത് തന്നെയാണ്, വാല്യൂ അറ്റ് അഡ്രസ് എ പ്ലസ് ഐ. അപ്പോൾ അവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയേ. ഔട്ട്പുട്ട് 5 വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നു. അതിൻ്റെ അഡ്രസ്സും അതിൻ്റെ വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ എ ഓഫ് 0യുടെ അഡ്രസ്സ്, എ ഓഫ് 1ൻ്റെ അഡ്രസ്സ്, എ ഓഫ് 2ൻ്റെ അഡ്രസ്സ്, എ ഓഫ് 3യുടെ അഡ്രസ്സ്, എ ഓഫ് 4ൻ്റെ അഡ്രസ്സ്. ദെൻ അതെല്ലാം കൂടെ കൂട്ടി സമ്മും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു അറേയിലെ ഒരു അറേ എന്ന് പറയുന്നത്. നമുക്ക് അറേ നെയിം എന്ന് പറയുന്നത് പോയിൻ്ററായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 0x7FF ആ പറഞ്ഞിരിക്കുന്ന ഭാഗമല്ല അഡ്രസ്സാണ്. അത് നോക്കിയേ, സി ഔട്ട് എ ഓഫ് എ പ്ലസ് ഐ. എ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ബേസ് അഡ്രസ്സാണ്. അന്നേരം എയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്ന ബേസ് അഡ്രസ്സാണ്. ദെൻ ആ എ എന്ന് പറയുന്ന ബേസ് അഡ്രസ്സിലുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യാനാണെങ്കിൽ അത് നോക്കിയേ, അവിടെ വാല്യൂ അറ്റ് അഡ്രസ് എ പ്ലസ് ഐ. മനസ്സിലായല്ലോ? ഇവിടെ പോയിൻ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ എ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യും. വാല്യൂ അറ്റ് പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്രസ്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യപ്പെടും. ഇത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻറ്റിജർ അറേയുടെ പ്രത്യേകത. ഇനി നമുക്ക് ക്യാരക്ടർ അറേ നോക്കാം. ഇവിടെ നമ്മൾ CHAR നെയിം ഓഫ് 10 എന്ന് പറയുന്ന ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. സി ഇൻ നെയിം, നോ നീഡ് ഓഫ് ലൂപ്പ്. അവിടെ ലൂപ്പിൻ്റെ ആവശ്യമില്ല. അതേസമയം നമുക്ക് ഇൻറ്റിജർ വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനാണെങ്കിൽ 10 വാല്യൂസ് ഉണ്ടെങ്കിൽ ആ 10 വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓരോ ഇൻഡെക്സിലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ക്യാരക്ടർ 10 മെമ്മറി ലൊക്കേഷൻ ഉണ്ടെങ്കിലും ആ മെമ്മറി ലൊക്കേഷൻ ഓരോന്നും എ ഓഫ് 0 മുതൽ എ ഓഫ് 9 വരെയുള്ള 10 മെമ്മറി ലൊക്കേഷനാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്ക് എ ഓഫ് 0 മുതൽ എ ഓഫ് 9 വരെയുള്ള ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ ഇൻറ്റിജർ ആണെങ്കിൽ പറയുന്നത്. അതേസമയം ക്യാരക്ടർ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ആ ക്യാരക്ടർ ആണെങ്കിൽ അവിടെ അറേ നെയിം എന്ന് പറയുന്ന ഇറ്റ്സെൽഫ് ഈസ് എ പോയിൻ്ററായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ സി ഇൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അതെല്ലാം ആ അറേയിലേക്ക് എന്ത് ചെയ്തോളും? സ്റ്റോർ ചെയ്തോളും. അപ്പോൾ ഇതാണ് ക്യാരക്ടർ അറേയുടെ പ്രത്യേകത. ഇനിയിപ്പോൾ അത് നോക്കി, നമ്മളിവിടെ നെയിം എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്.
ദെൻ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. അപ്പം അന്നേരം നമ്മൾ അറേയിലേക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് ആക്സസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അറേ അവിടെ കാണും, അതോടൊപ്പം തന്നെ 2 പോയിൻ്റർ. ഒന്ന് അറേ നെയിം ഇറ്റ്സെൽഫ് എ പോയിൻ്റർ ആൻഡ് വി ഹാവ് ക്രിയേറ്റഡ് അനദർ പോയിൻ്റർ കോൾഡ് പി. നമ്മൾ വേറൊരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പം അന്നേരം 2 പോയിൻ്റ് ചെയ്യുന്ന ബേസ് അഡ്രസ്സിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്, അറേയുടെ ബേസ് അഡ്രസ്സിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റിലത്തേത് /0 ആയിരിക്കും. ദെൻ അത് നമുക്കൊന്ന് നോക്കാം. നെയിം ഓഫ് 10, എൻ്റർ ദ നെയിം, സീൻ നെയിം എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്തു. ദെൻ char പോയിൻ്റർ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്തു. പി ഈസിക്കൽ ടു നെയിം. നോക്കിയേ, പി ഈസിക്കൽ ടു നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെയിമിനകത്തും പി എന്ന് പറയുന്നതും എന്തിനെ പോയിൻ്റ് ചെയ്യുന്നു? ബേസ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം എന്ന് പറയുന്ന അറയെ പോയിൻ്റ് ചെയ്യുന്നു. ദെൻ cout എൻ്റേർഡ് നെയിം ഈസ് യൂസിങ് പോയിൻ്റർ. നമ്മളിവിടെ ഇൻപുട്ട് ചെയ്തേക്കുന്നത് കമ്പ്യൂട്ടർ എന്നാണ്. പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പി എന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് പ്രിൻ്റ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യും. ഇനി എൻ്റേർഡ് നെയിം ഈസ് യൂസിങ്, നമ്മൾ വാല്യൂ അറ്റ് അഡ്രസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചോ. അന്നേരം വാല്യൂ അറ്റ് അഡ്രസ് പി എന്ന് പറയുമ്പോഴത്തേക്ക് പി പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ. അപ്പോൾ ഇവിടെയാണ് പ്രത്യേകതയുള്ളത്. അപ്പോൾ അവിടെ എന്ത് മാത്രമേ പ്രിൻ്റ് ചെയ്തുള്ളൂ? സി മാത്രമേ പ്രിൻ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചേ, വെറുതെ പി എന്ന് പറയുമ്പോൾ സാധാരണ രീതി പിയുടെ കണ്ടൻ്റാണ് പ്രിൻ്റ് ചെയ്യുന്നത്. പിയുടെ കണ്ടൻറ് എന്താണ്? cout എൻ്റേർഡ് നെയിം ഈസ് യൂസിങ് പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ വാല്യൂ ആണ് അവിടെ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞത്. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അഡ്രസ്സാണ്. ഏതിൻ്റെ അഡ്രസ്സ്? അറേയുടെ ബേസ് അഡ്രസ്സാണ്. പക്ഷേ ഇവിടെ പ്രിൻ്റ് ചെയ്തേക്കുന്നത് എന്താണ്? ആ സ്ട്രിങ് ഇറ്റ്സെൽഫാണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഒരു അറേ നെയിം യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു പോയിൻ്റർ വേരിയബിൾ. അപ്പം അന്നേരം അറേ നെയിം എന്ന് പറയുന്നത് പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്കത് പ്രോസസ്സ് ചെയ്യാം. അറേ നെയിം എന്ന് പറയുന്ന ഒരു പോയിൻ്ററൂടെയാണ്. അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ പോയിൻ്റർ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാരക്ടർ പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു അറേയിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വെറുതെ പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മൊത്തം സ്ട്രിങ് പ്രിൻ്റ് ചെയ്യപ്പെടും. അതേസമയം വാല്യൂ അറ്റ് അഡ്രസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടർ പോയിൻ്ററായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ എൻ്റേർഡ് നെയിം യൂസിങ് പോയിൻ്റർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? അറേ നെയിമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മൾ cout നെയിം എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് cout പി എന്ന് പറയുന്നത്. 2 സെയിമാണ്. cout നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ നെയിം എന്ന് പറയുന്ന അറയിൽ എന്താണോ നമ്മൾ ഇൻപുട്ട് ചെയ്ത് അത് അതേപോലെ തന്നെ പ്രിൻ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് പി എന്ന് പറയുന്നത്. കാരണം ഇവിടെ പിക്കകത്തേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന നെയിം എന്ന് പറയുന്ന അറേയുടെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതേസമയം പോയിൻ്റർ പി വാല്യൂ അറ്റ് അഡ്രസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലെ വാല്യൂ. പിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ്? ബേസ് അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ബേസ് അഡ്രസ്സിലെ വാല്യൂ. അപ്പോൾ അന്നേരം ക്യാരക്ടർ പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാല്യൂ അറ്റ് അഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്? എന്തായിരിക്കും ആക്സസ് ചെയ്യപ്പെടുന്നത്? ഒരു മെമ്മറി ലൊക്കേഷൻ മാത്രമേ ആക്സസ് ചെയ്യത്തുള്ളൂ. അതേസമയം അഡ്രസ്സ് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അഡ്രസ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രിങ് ആയിരിക്കും അവിടെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. തമ്മിലുള്ള വ്യത്യാസം അതാ. പിയും വാല്യൂ അറ്റ് അഡ്രസ് പിയും. ക്യാരക്ടർ ആണെങ്കിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തിനെയായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്? എൻ്റെ അറേ പോയിൻ്റ് ചെയ്യും. അതേസമയം വാല്യൂ അറ്റ് അഡ്രസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ. പി പോയിൻ്റ് ചെയ്യുന്ന ബേസ് അഡ്രസ്സിലായിരിക്കും. ബേസ് അഡ്രസ്സിലെ വാല്യൂ അത് ഒരു ക്യാരക്ടർ മാത്രമേ കാണത്തുള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കിയേ, വാല്യൂ അറ്റ് അഡ്രസ് p+1. ഇവിടെ നോക്കിയേ, അവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഓയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. കാരണം p+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അഡ്രസ്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ബേസ് അഡ്രസ്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ അത് എന്തിനെ പോയിൻ്റ് ചെയ്യും? നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യും. ദാറ്റ് മീൻസ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയാണ്. ഇനി നെയിം എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുന്നു. അഡ്രസ് ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ നെയിം എന്ന് പറയുന്ന പോയിൻ്ററിൻ്റെ അഡ്രസ്സ് അവിടെ പ്രിൻ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? നെയിം എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു
ഇപ്പോൾ ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനകത്ത് അറേ നെയിം എന്ന് പറയുന്ന ഒരു പോയിൻ്റർ തന്നെയായിരിക്കും. ആ പോയിൻ്ററിൻ്റെ അഡ്രസ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അറേയുടെ അഡ്രസ്സല്ല പ്രിൻ്റ് ചെയ്യുന്നത്, പകരം അറേ പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്റർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നെയിമിനകത്തുള്ളത്. മനസ്സിലായല്ലോ? അതാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി വാല്യൂ ഓഫ് അഡ്രസ് ഓഫ് നെയിം ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അംബേഴ്സൺ സൈൻ കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? ഒരു അംബേഴ്സൺ സൈൻ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അഡ്രസ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാരണം നമുക്ക് INTA എന്ന് പറഞ്ഞ് നമ്മൾ സെമികോളൻ എന്ന് പറഞ്ഞ് കൊടുത്തു. A = അല്ലെങ്കിൽ നമ്മൾ പിന്നീട് A എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം INT*P എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. P = അഡ്രസ് ഓഫ് A. അവിടെ അഡ്രസ് ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ അഡ്രസ്സ് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? Pക്കകത്തേക്ക് സ്റ്റോർ ചെയ്യും, അല്ലേ? അന്നേരം cout അഡ്രസ് ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ അഡ്രസ്സാണ് അവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെയും സ്വാഭാവികമായിട്ടും അഡ്രസ് ഓഫ് നെയിം ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടുന്നത്? അഡ്രസ്സ് ആയിരുന്നു പ്രിൻ്റ് ചെയ്യേണ്ടുന്നത്. പക്ഷേ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ നെയിം എന്ന് പറയുന്നത് ഒരു പോയിൻ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അംബേഴ്സൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ അഡ്രസ്സിലെ വാല്യൂ ആയിട്ടാണത് കൺസിഡർ ചെയ്യുന്നത്. അന്നേരം അഡ്രസ് ഓഫ് നെയിം ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തിനെ പോയിൻ്റ് ചെയ്യും? ആ അഡ്രസ്സ് മുതലുള്ള എല്ലാ എൻറ്റയർ സ്ട്രിങ്ങിനെ. അപ്പോൾ അത് കമ്പ്യൂട്ടറാണ്. ഇനി അഡ്രസ് ഓഫ് നെയിം ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അഡ്രസ് ഓഫ് നെയിം ഓഫ് 1 നമ്മൾ വാല്യൂ ഓഫ് അഡ്രസ് ഓഫ് നെയിം ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് അംപേഴ്സൺ നെയിം ഓഫ് 1 എന്ന് പറഞ്ഞ് കൊടുത്തു. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? നെയിം ഓഫ് 1 എന്ന് പറയുന്നത് ഒരഡ്രസ്സുണ്ട്. ആ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുന്നു. ആ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാരക്ടർ ആയതുകൊണ്ട് എൻറ്റയർ സ്ട്രിങ്ങിനെ ആയിരിക്കും പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും OMPUTER എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി അഡ്രസ് ഓഫ് നെയിം ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ മെമ്മറി ലൊക്കേഷൻ മുതലുള്ള സ്ട്രിങ് എന്ത് ചെയ്യപ്പെടും? പ്രിൻ്റ് ചെയ്യപ്പെടും. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. നമ്മളൊരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു P, ദെൻ അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ് ആയിരിക്കും പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. അതേസമയം വാല്യൂ അറ്റ് അഡ്രസ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറെ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ വാല്യൂ അറ്റ് അഡ്രസ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ. ഇനി അഡ്രസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് നെയിം ഓഫ് 0 എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നെയിം ഓഫ് 0 എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് ഉണ്ട്, അത് പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ. അതെന്ന് പറയുന്നത് എൻറ്റയർ സ്ട്രിങ് ആയിരിക്കും. അഡ്രസ് ഓഫ് നെയിം ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ മെമ്മറി ലൊക്കേഷൻ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാം പ്രിൻ്റ് ചെയ്യപ്പെടും. അഡ്രസ് ഓഫ് നെയിം ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ മെമ്മറി ലൊക്കേഷൻ മുതലുള്ള എല്ലാം പ്രിൻ്റ് ചെയ്യപ്പെടും. നെയിം ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ, കാരണം 0 തുടങ്ങുന്നതുകൊണ്ട് 0 ഫസ്റ്റ്, 1 സെക്കൻഡ്, അങ്ങനെ വരുമ്പോൾ 3 എന്ന് പറയുന്നത് 4th ഇതിനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അന്നേരം മനസ്സിലായല്ലോ? അപ്പം അന്നേരം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. P ഇപ്പോൾ ഇവിടെ ചോദിക്കാം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്: CHAR name of 10, cout enter the name, C in name, then CHAR pointer P is equal to name. Cout entered name is P. Cout entered name using value at address operator is എന്ന് പറഞ്ഞിട്ട് value at address P. What will be the difference എന്ന് പറഞ്ഞ് ചോദിക്കാം. പിയും വാല്യൂ അറ്റ് അഡ്രസ് പിയും തമ്മിലുള്ള വ്യത്യാസം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻറ്റയർ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യും. കാരണം നെയിം എന്ന് പറയുന്ന അറേയുടെ അഡ്രസ്സാണ്, നെയിം എന്ന് പറയുന്ന പോയിൻ്ററിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പിക്കകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നെയിം എന്ന് പറയുന്നത് എന്താ? ക്യാരക്ടർ അറേയുടെ അഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എൻറ്റയർ സ്ട്രിങ്ങിനെ, എൻറ്റയർ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇനി അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് മുതൽ അങ്ങോട്ടുള്ളതെല്ലാം പ്രിൻറ്റ് ചെയ്യപ്പെടും. അപ്പം അന്നേരം ഇതൊന്ന് ശ്രദ്ധിക്കുക. പുസ്തകത്തിനകത്ത് ഇതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുമുണ്ട്.
ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ക്യാരക്ടർ അറേ. സിൻസ് ദർ ഈസ് നോ സൈസ് സ്പെസിഫിക്കേഷൻ എ സ്ട്രിങ് ഓഫ് എനി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി സ്റ്റോർഡ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മൾ ഡൈനാമിക് അറേ നമ്മൾ പഠിച്ചതാണ്. ഡൈനാമിക് അറേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റൺ ടൈമിൽ എന്ത് ചെയ്യാം, മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ ക്യാരക്ടർ അറേ എന്ന് പറയുന്ന ക്യാരക്ടർ പോയിൻ്റർ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് ക്യാരക്ടർ അറേ അല്ല, ക്യാരക്ടർ പോയിൻ്ററാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നേരം ദർ ഈസ് നോ വേസ്റ്റേജ് ഓർ ഇൻസഫിഷ്യൻസി ഓഫ് മെമ്മറി സ്പേസ്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ കഴിഞ്ഞ പ്രോഗ്രാമിന് നെയിം ഓഫ് 10 എന്ന് പറഞ്ഞു കൊടുത്തു. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രിൻ്റ് ചെയ്യത്തില്ല. കാരണം അവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്കിന് 8 അക്ഷരമുണ്ട്, ദെൻ /0 9, ദെൻ സയൻസോടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ എസ് കൂടെ അവിടെ സ്റ്റോർ ചെയ്യും. എസ് പിന്നെ /0 ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ പോയിൻ്റർ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് അസൈൻ ചെയ്യാം. ഇനി വേറെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു ക്യാരക്ടർ അറേ ഉപയോഗിച്ചുകൊണ്ട് ഒരു അറേയുടെ വാല്യൂ വേറൊരു അറേയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ കണ്ടതാണ്. നമുക്ക് ഇൻറ്റിജർ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും അത് പറ്റില്ല. അതേസമയം നമ്മൾ ക്യാരക്ടർ പോയിൻ്റർ വേരിയബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കിയേ, നെയിം ഈസിക്കൽ ടു പി ഈസിക്കൽ ടു നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. പി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പോയിൻ്ററാണ്, നെയിം എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ക്യാരക്ടർ പോയിൻ്ററാണ്. അന്നേരം നെയിമിൻ്റെ കണ്ടൻറ്റ് പിക്കകത്തേക്ക് സ്റ്റോർ ചെയ്തു. ഇതേപോലെ തന്നെ നെയിമിൻ്റെ കണ്ടൻറ്റിൻ്റെ കോപ്പി എത്ര ഇടത്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേയുടെ കോപ്പി നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി any character in the string can be referenced using the concept of pointer arithmetic which makes access faster. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. വാല്യൂ അറ്റ് അഡ്രസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടർ, വാല്യൂ അറ്റ് അഡ്രസ് p+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്യാരക്ടർ, വാല്യൂ അറ്റ് അഡ്രസ് p+n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth ക്യാരക്ടർ. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം അന്നേരം നമുക്ക് എൻ്റയർ സ്ട്രിങ്ങും ആക്സസ് ചെയ്യാം. ഇനി അത് വേണമെങ്കിൽ ഓരോ ക്യാരക്ടർ വേണമെങ്കിലും ക്യാരക്ടർ പോയിൻ്റർ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യാം. ഇനി അറേ ഓഫ് സ്ട്രിങ്സ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് ഓപ്റ്റിമൽ യൂസ് ഓഫ് മെമ്മറി സ്പേസ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അറേ ഓഫ് സ്ട്രിങ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 10 പേര് നമുക്ക് സ്റ്റോർ ചെയ്യണം. 10 പേര് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു 2 ഡയമെൻഷൻ അറേ വേണമായിരുന്നു. അതിന് പകരം char പോയിൻ്റർ നെയിം ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പേര് ഒരു അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നു, രണ്ടാമത്തെ പേര് വേറൊരു അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ 10 സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപയോഗിച്ചുകൊണ്ട് 10 പേര് നമുക്ക് പ്രോസസ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ ക്യാരക്ടർ പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അന്നേരം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.